2026 പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പ ഫ്രാൻസിസ് ഓഫ് അസിസിയുടെ ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വർഷത്തിൽ ജൂബിലി വർഷത്തിന്റെ പ്രത്യേകമായ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് ലോകത്തിലെല്ലായിടത്തുമുള്ള അസിസിയുടെ നാമത്തിലുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹങ്ങളിലുള്ള ചാപ്പലുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ദണ്ഡവിമോചനത്തിലുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അസിസി എന്ന പുണ്യ സ്ഥലമായ ഫ്രാൻസിസിന്റെ സ്വന്തം ജന്മദേശത്ത് ഫെബ്രുവരി 22 മുതൽ മാർച്ച് 22 വരെ 800 വർഷത്തിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നൂറ്റാണ്ടുകളായിട്ട് വളരെ ശ്രദ്ധയോടെ കാത്തുസൂക്ഷിച്ചിരിക്കുന്ന ഈ ക്രിപ്റ്റിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കുന്ന ഭൗതിക അവശിഷ്ടങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരിതാണ്. ഇറ്റലിയുടെ പാറ്റൺ സെയിന്റായ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസിസി മരണത്തിന് കീഴ്വഴങ്ങിയിട്ട് 800 വർഷങ്ങൾ തികയുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ കാണുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ വിശുദ്ധ പുണ്യസ്ഥലത്ത് പ്രത്യേകമായിട്ട് 4 ലക്ഷത്തോളം ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭൗതിക അവശിഷ്ടങ്ങൾ കാണുവാനായിട്ട് ഈ ഒരു മാസത്തിനിടയിൽ. അതുപോലെ തന്നെ കണക്കുകൾ ഔദ്യോഗികമായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നത് ഏകദേശം 7 ലക്ഷത്തോളം ആളുകൾ ഈ പുണ്യസ്ഥലം ഈ മാസത്തിൽ സന്ദർശിക്കും എന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫെബ്രുവരി 22 ഞായറാഴ്ച പ്രത്യേകമായ ആഘോഷത്തോടുകൂടിയാണ് ഈ ചടങ്ങിന് പൊതുദർശനത്തിനുള്ള ചടങ്ങിന് ഒഫീഷ്യലായിട്ടുള്ള ആരംഭം കുറിച്ചത്. ആദ്യത്തെ ദിവസം ഫെബ്രുവരി 22-ാം തീയതി ദിവ്യബലിക്ക് നേതൃത്വം കൊടുത്തത് പൊന്തിഫിക്കൽ ഡെലഗേറ്റ് പാപ്പൽ ബസിലിക്ക ഓഫ് അസിസിയുടെ കാർഡിനലായ ആഞ്ചലോ ഫെർണാണ്ടസ് അർത്തിമയാണ്. അദ്ദേഹം പറഞ്ഞു, ലോകത്തിന്റെ യുദ്ധിയിൽ നിന്നും സ്വാതന്ത്ര്യം നേടുവാനുള്ള ഒരു മനോഭാവമാണ് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഉൾക്കൊള്ളുന്നതെന്ന് പ്രത്യേകമായിട്ട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ സ്വത്തുക്കളൊന്നും അന്വേഷിക്കാതെ ദൈവത്തിൽ സ്വയം ഫലമേൽപ്പിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, അത് ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിക്കാതെ മറ്റുള്ളവരെ സേവിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വലിയൊരു ആത്മീയതയുടെ ചൈതന്യമാണ് ഫ്രാൻസിസ് നമുക്ക് തന്നിട്ട് പോയത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കാർഡിനൽ എല്ലാവരെയും ഈ ഫ്രാൻസിസ് അസിസിയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം സാക്ഷ്യപ്പെടുത്തുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി എല്ലാവരെയും പ്രബോധിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ വരുവാനായിട്ട് സാൻ ഫ്രാൻസിസ്കോ വിവേ എന്ന വെബ്സൈറ്റിലൂടെ അനേകം ആളുകൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ പുറകിൽ കാണുന്ന ഇതാണ് ഫ്രാൻസിസ് അസിസിയുടെ നാമത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബസിലിക്ക അസിസിയിലുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജന്മനാടായ ഈ ദേശത്ത് തന്നെ ഉറങ്ങിക്കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്ന് ലോകത്തോട് സംസാരിക്കുന്നത് എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ശക്തമായ ഒരു സന്ദേശമാണ്. 800 വർഷങ്ങൾക്ക് അപ്പുറത്ത് മരിച്ചുപോയ ഒരു വിശുദ്ധൻ ഇന്നത്തെ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ സന്ദേശം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനുള്ള വിശ്വാസികൾ ഈ അസിസി വന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും വിശുദ്ധ ഫ്രാൻസിസ് അസിസി ഈ ലോകത്തോട് സംസാരിക്കുന്നത് സമാധാനത്തോടും സന്തോഷത്തോടും അതുപോലെ തന്നെ സാഹോദര്യത്തോടും ഒരുമയോടെ ജീവിച്ച് എങ്ങനെ ഒരു ക്രൈസ്തവ ശിഷ്യനായിട്ട് വളരുവാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഫെബ്രുവരി 21-ാം തീയതിയാണ് ആദ്യമായിട്ട് ഈ ബസിലിക്കയുടെ താഴത്തെ പള്ളിയിലേക്ക് ഭൗതിക അവശിഷ്ടങ്ങൾ ക്രിപ്റ്റിൽ നിന്നും റിമൂവ് ചെയ്ത് കൊണ്ടുവന്നത്. സകല വിശുദ്ധരോടുമുള്ള ലുത്തിനെ ഏറ്റുചൊല്ലിക്കൊണ്ട് വളരെ ഭക്തിപൂർവമായിട്ട് പ്രൊസഷനോടുകൂടിയാണ് ഇത് പൊതുദർശനത്തിന് വേണ്ടിയുള്ള വെക്കുവാനുള്ള ചടങ്ങുകളൊക്കെ ക്രമീകരിച്ചത്. അസീസിയിലെ സേക്രഡ് കോൺവെന്റിന്റെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറായ ഫാദർ ജൂലിയോ സെസാരോ ഈ തിരുശേഷിപ്പുകൾ വെളിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഇന്നത്തെ ലോകത്തിൽ
അദ്ദേഹം എപ്പോഴും വിശുദ്ധ ഫ്രാൻസിസ് എപ്പോഴും വഹിക്കുന്ന സന്ദേശത്തെക്കുറിച്ചും അതിന്റെ അർത്ഥത്തെക്കുറിച്ചും പ്രത്യേകമായിട്ട് പ്രധാനം അർഹിക്കുന്നു എന്നുള്ള പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഒരാളുടെ ജീവിക്കുന്ന ഓർമ്മകളുടെ ശക്തമായ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു അവസരം കൂടിയാണ് ഈ വിശുദ്ധ ഫ്രാൻസിസിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ വണങ്ങി കടന്നു പോകുന്നതിലൂടെ ഓരോ വിശ്വാസിക്കും സാധ്യമാക്കുവാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസിന്റെ 800-ാം ജൂബിലിയുടെ വർഷത്തിൽ ഫ്രാൻസിസിന്റെ ജീവിതം ഇതായിരുന്നു: നിരന്തരമായ വചനം ശ്രവിക്കൽ, ദരിദ്രരോടും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനോടും അനുരൂപപ്പെടുവാനുള്ള ജ്വലിക്കുന്ന ആഗ്രഹം, സേവനവും ആത്മത്യാഗപരമായ സ്നേഹവുമാണ് ഫ്രാൻസിസിന്റെ ആത്മീയതയുടെ കാതൽ. ദുർബലവും ദരിദ്രവുമായ ഈ ശരീരം ഇന്നും ജീവിക്കുകയാണ് 800 വർഷത്തിനും അപ്പുറം. ഫ്രാൻസിസ് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ആശയത്തെ സ്നേഹിച്ചില്ല, മറിച്ച് ദരിദ്രനും ക്രൂശിക്കപ്പെട്ടവനുമായ ക്രിസ്തുവിനെ തൻ്റെ ശരീരത്തിൽ തൻ്റെ അടയാളങ്ങൾ വഹിക്കുന്നുവോളം അവൻ സ്നേഹിച്ചു. ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അങ്ങനെ കർത്താവിൻ്റെ തിരുമുറിവുകൾ സ്വന്തം ശരീരത്തിൽ ആവഹിക്കുവാനായിട്ട് ഏറ്റെടുക്കുവാനായിട്ട് ആവശ്യത്തിന് പുണ്യമായ ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ മറ്റൊരു ക്രിസ്തുവായി തീരുവാൻ വിശുദ്ധ ഫ്രാൻസിസിന് സാധിച്ചു. 800 വർഷത്തിന് ശേഷവും ഓരോ വിശ്വാസിയും ഈ അസീസിയിലൂടെ കടന്നു പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ വണങ്ങി പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഉള്ള ഒരേ കോള ഇതാണ്: മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനം. ലോകത്തിലെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ഈ വർഷത്തിൽ പ്രത്യേകമായിട്ട് ഫ്രാൻസിസ് ജൂബിലിയുടെ ഈ വർഷത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഫ്രാൻസിസിന്റെ മധ്യസ്ഥയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഫ്രാൻസിസിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഉണങ്ങുന്നതിന് വേണ്ടി റോമിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്നത് സെന്റ് പോൾ കോൺഗ്രിഗേഷന്റെ ജനറൽ കൗൺസിലറായ ഫാദർ ജോൺസൺ വട്ടക്കുന്നേലാണ്. അച്ഛന്റെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? സമാധാനത്തിന്റെ പ്രവാചകനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കുടുംബത്തിലേക്ക് ജനിച്ച വളർന്ന ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈശോയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ത്യജിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാനും നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ ഈശോ എന്നും നമ്മളെ ഓർക്കുകയും ഈശോയുടെ ഒരു പ്രവാചകനായിട്ട് ലോകം അറിയപ്പെടുന്ന, സമാധാനത്തിൻ്റെ ദൂതനായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട്, ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും. എൻ്റെ അനുഭവം വെച്ച് ഈ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സ്നേഹം ഇത്രയും യേശുവിന് വേണ്ടിയിട്ട് സഹിച്ച് ജീവിച്ച് നമ്മളെല്ലാവരും 800 വർഷം കഴിഞ്ഞിട്ടും ഓർക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുശേഷിപ്പ് നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഈ വിശുദ്ധൻ്റെ അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ നമ്മളോടൊപ്പം എന്നും ഉണ്ടായിരിക്കട്ടെ. ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഈ വിശുദ്ധൻ സാധിച്ചു തരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുശേഷിപ്പ് ഉണങ്ങുവാൻ വേണ്ടി റോമിൽ നിന്ന് അനേകം പേര് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളി വൈദികനായ തോമസ് കല്ലഞ്ചർ അച്ഛൻ ഇപ്പോൾ നമ്മളോട് ചേരുന്നുണ്ട്. അദ്ദേഹം SVD സന്യാസ സമൂഹത്തിന്റെ അംഗമാണ്. റോമിലെ വളരെ പ്രധാനപ്പെട്ട ഡൊമിനിത്തീനെ കാറ്റക്കുമിന്റെ ഡയറക്ടർ അച്ഛനാണ്. അച്ഛന്റെ അനുഭവം എന്താണ് അച്ഛൻ, പ്രത്യേകിച്ച് ഈ തിരുശേഷിപ്പ് കാണുന്നതിലൂടെ അച്ഛന്റെ പേഴ്സണലായ അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ? ഈ വർഷം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം ചരമവാർഷികമാണ്. ആഗോളസഭ ഈ വർഷത്തെ പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവ് ലയോ 14 ഈ വർഷത്തെ ഫ്രാൻസിസ് അസീസിയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പല പ്രാവശ്യങ്ങളിൽ
ഈ വിശുദ്ധ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിലും ഈ വർഷം ഇന്ന് രാവിലെ ഈ തിരുശേഷിപ്പ് വണങ്ങുന്നതിനായിട്ട് വിശുദ്ധൻ്റെ കബറിടത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരവസരം കിട്ടിയത് വളരെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീസിയിലെ ഫ്രാൻസിസ് ലോകത്തിന് മുഴുവൻ പ്രകാശമാണ്. സ്നേഹത്തിൻ്റെ, സേവനത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ പ്രതീകമാണ്. ഈ വർഷം 800-ാം ചരമവാർഷികം ആചരിക്കുന്ന വിശുദ്ധനെ വണങ്ങുന്ന ഈ അവസരത്തിൽ അസീസിയിലെ ഈ പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ ഈ ബസിലിക്കയിൽ വരുവാനും അനേകരുടെ കൂടെ, പ്രത്യേകിച്ചും വിശ്വാസികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തി വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് വണങ്ങി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടേതെയും വിശ്വാസം വളരെ ദൃഢമാകുന്നതും ദൈവത്തിൻ്റെ കരുണ, സ്നേഹം, വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സന്ദേശമായ സമാധാനവും സ്നേഹവും വ്യക്തിപരമായിട്ടും ഈ വിശ്വാസികളുടെ കൂടെ പ്രാർത്ഥിച്ചപ്പോഴും ഒരു നല്ല അനുഭവമായിട്ട് എനിക്ക് തോന്നി. ഈ വർഷം ലോകം മുഴുവൻ സമാധാനം ഉണ്ടാകുവാനും ദൈവത്തിൻ്റെ സ്നേഹം ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ ലോകം മുഴുവൻ വീണ്ടും പ്രചരിക്കുവാനും ദൈവം പ്രത്യേകമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ, എൻ്റെ പ്രാർത്ഥന. ഇന്നത്തെ ഈ ദിവസം ദൈവം തന്ന ഒരു പ്രത്യേക ദിനമായിട്ട് കരുതുകയാണ്. ഫ്രാൻസിസ് അസീസിയുടെ അനുഗ്രഹം സ്വീകരിക്കുവാനും ഈ വിശുദ്ധ സ്ഥലം ഒരിക്കൽ കൂടെ സന്ദർശിക്കുവാനും ദൈവം അനുഗ്രഹം തന്നു, അവസരം തന്നു. അതിന് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ജോജി അച്ഛൻ്റെയും തോമസ് അച്ഛൻ്റെയും കൂടെ അസീസിയിൽ വരാൻ സാധിച്ചത് വളരെ സന്തോഷം. വളരെ സ്വർഗീയമായ ഒരു അനുഭവം. ദൈവം സൃഷ്ടിച്ചു. അസീസിയുടെ ഈ പരിശുദ്ധമായ മണ്ണിൽ വരാനും വിശുദ്ധ കുർബാന അർപ്പിക്കാനും സാധിച്ചതിൽ വലിയ സന്തോഷം. ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അവസരമാണ്. അസീസി നടന്ന മണ്ണിലൂടെ നടക്കാൻ ഭാഗ്യം ലഭിച്ചത് വലിയ സന്തോഷവും അനുഗ്രഹദായകവുമായ അവസരമായി കരുതുന്നു. ദൈവത്തിന് സ്തുതി. വിശുദ്ധ ഫ്രാൻസിസിന്റെ സ്വന്തം അസീസിയിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷനു വേണ്ടി ക്യാമറമാൻ ബ്രദർ മൈക്കിളിനോടൊപ്പം ജോജി കളരിക്കൽ.